ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ഡെലിവറി ടൈമിൽ ഞാൻ എന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ബാഗിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള എന്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ ജർമ്മനിയിൽ ഏകദേശം 34ാമത്തെ ആഴ്ചയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അതായത് നമ്മുടെ ഡെലിവറി ഏകദേശം 34 ആഴ്ച എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാൻ പറ്റും. ഡെലിവറി എപ്പോൾ വേണമെങ്കിലും നടക്കാം. കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ നേരത്തെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിടണം. അപ്പൊ അതെന്തിനാന്ന് വെച്ചാല് നമുക്ക് ആ ഡെലിവറിയുടെ ടൈമിൽ പിന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാണ്ടോ ഒന്നും പോകാതെ പറ്റില്ല. ഇവിടെ എല്ലാത്തിനും അപ്പോയിന്റ്മെന്റ് നിർബന്ധമാണല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ പെയിൻ വരുന്നത് ആ സമയം നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് അപ്പോയിന്റ്മെന്റ് ഒന്നും ഇല്ലാണ്ട് വേഗം ചെല്ലാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ 34-35 വീക്സ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം. പിന്നെ നമുക്ക് ഡെലിവറി പ്ലാനിങ്ങും കൂടെ ചെയ്യാം കേട്ടോ ആ ടൈമിൽ. അതായത് നമുക്ക് സിസേറിയൻ വേണോ, ഏതാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ നമുക്ക് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ അവിടെ എഴുതി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം 34 വീക്സിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് പെയിൻ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ 34 വീക്സ് മുതൽ തന്നെ നമുക്ക് കൊണ്ടുപോകേണ്ടതായ കാര്യങ്ങൾ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വേണ്ട സാധനങ്ങൾ, കൊച്ചിന് വേണ്ട സാധനങ്ങൾ, അമ്മയ്ക്ക് വേണ്ട സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു തരുന്നത് വേറെ ആരും ഹെൽപ്പിംഗ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. അതായത് ഹസ്ബൻഡും വൈഫും മാത്രമായിട്ടുള്ള ഇവിടെ പേരൻസ് ഒക്കെ വരുന്നത് വളരെ കുറവായിരിക്കും. മിക്കവാറും എല്ലാവരും തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് ആരെങ്കിലും ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ സാധനങ്ങൾ, ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങി മേടിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഞാനൊക്കെ നേരത്തെ തന്നെ പർച്ചേസ് ചെയ്തായിരുന്നു. കാരണം നാട്ടിൽ നിന്നും കുറച്ച് സാധനങ്ങൾ ഇറക്കിയായിരുന്നു കേട്ടോ. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഒരുപാട് കഥയൊന്നും പറയുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് വേണ്ട സാധനങ്ങൾ, അതായത് നമ്മുടെ ഫീഡിങ് കുർത്തീസ്, അതായത് നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ അല്ലെങ്കിൽ സിബ് ഉള്ളതോ ബട്ടൺസ് ഉള്ളതായിട്ടുള്ള നമ്മുടെ ഫീഡിങ് ഡ്രസ്സുകൾ നമ്മൾ കൊണ്ടുപോകണം. അത് നമുക്ക് ഞാനിവിടെ നോക്കിയിട്ട് എനിക്ക് ഇവിടെ നിന്നും കിട്ടിയില്ല. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാണല്ലോ ചെയ്തത്. അത് ഞാൻ എന്റെ സമ്മറിലായിരുന്നത് കൊണ്ട് ഞാൻ കോട്ടന്റേതായ ഡ്രസ്സുകളാണ് ഞാൻ എടുത്തിരുന്നത്. ഫീഡിങ് ഡ്രസ്സുകൾ, പിന്നെ ഫീഡിങ് ബ്രാ, നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ്, ഇതൊക്കെ നമ്മൾ ഈ ഹോസ്പിറ്റൽ ബാഗിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഒരു 2-3 ഫീഡിങ് ഡ്രസ്സ്, 3-4 ഫീഡിങ് ഡ്രസ്സുകൾ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഫീഡിങ് ബ്രാസും കുറച്ചധികം എടുക്കുന്നത് നല്ലതായിരിക്കും. അണ്ടർ ഗാർമെന്റ്സ് നമ്മൾ അധികം എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. കാരണം നമുക്കിവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അവർ തന്നെ നമുക്കൊരു പാൻറ്റീസ് തരും. പാൻറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേകതര സാധനമാണ് കേട്ടോ. ഒരു വല പോലെ ഇരിക്കും. അതായത് നമുക്ക് നല്ല കംഫർട്ട് ആയിരിക്കും. കാരണം നമ്മളത് കൊണ്ടുപോകുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടതും ഞാൻ യൂസ് ചെയ്തതും അവിടെ തന്ന ആ ഒരു അണ്ടർ ഗാർമെന്റ്സ് ആയിരുന്നു. കാരണം ഒരു പാൻറ്റീസ് വല പോലെ ഇരിക്കും. അത് നമുക്ക് ഒത്തിരി ടൈറ്റ് അല്ല, നല്ല സുഖമാണ് നമുക്ക് കിട്ടാൻ. കാരണം ഇപ്പം സിസേറിയൻ കഴിഞ്ഞവരായിക്കോട്ടെ, ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിൽ അവിടെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ പെയിനും കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തരുന്നത്. പിന്നെ നമുക്ക് പാഡുകൾ, സാനിറ്ററി പാഡുകൾ, അതും നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. അത് അവിടെ നമുക്ക് വലിയൊരു സാധനം തരും. അപ്പൊ അതായിരിക്കും യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇപ്പം നമുക്ക് ഇവിടെ വീട്ടിലേക്ക് വേണമെങ്കിൽ നമുക്ക് സാനിറ്ററി പാഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വീട്ടിലേക്ക് മേടിച്ചേക്കേണ്ടതാണ്. പിന്നെ നമുക്ക് കൊണ്ടുപോകേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ടവൽ എടുക്കാം. കാരണം ടവൽ നമുക്ക് അവിടെ കിട്ടും. ഇനിയിപ്പം ചിലർക്കുണ്ടല്ലോ ഞാൻ എന്റെ സാധനം യൂസ് ചെയ്യുള്ളൂ, അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൊണ്ടുപോകണ ടവല് അങ്ങനെ ഉള്ളവർക്ക് എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിലുകൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, പിന്നെ ക്രീമുകള്, ലോഷൻസ്, കാര്യങ്ങളൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എങ്കിൽ നമുക്ക് വേണ്ടതായ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. ചീപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ തല ചെയ്യാനൊക്കെ ആയിട്ടുള്ള. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാം. ഇനി കുട്ടിക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ കൊണ്ടുപോകേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം നമുക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇടേണ്ട ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം അവർ അവിടെ തന്നെ ഉണ്ടാവും. അവരാ ഡ്രസ്സാണ് കുട്ടീനെ ഇടിയിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ പാഡ്, മറ്റേ ഇവര് പാമ്പറുകള്, വൈപ്സ്, ഇതൊക്കെ അവര് അവിടെ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ കൊണ്ടുപോകേണ്ടത് എത്രയാന്ന് വെച്ചാൽ നമുക്ക് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാനായിട്ടുള്ള ഡ്രസ്സ്. അതിപ്പോ വിന്റർ ആണെങ്കിൽ 2-3 ഡ്രസ്സ്, അതായത് അത്രയും നല്ല തണുപ്പിൽ ഇടുന്ന 3-5 ഡ്രസ്സുകൾ വിന്ററിലേക്കാണെങ്കിൽ എടുക്കേണ്ടി വരും. ഇനിയിപ്പോ സമ്മറിലേക്കാണെങ്കിൽ 2-3 ഡ്രസ്സുകൾ. അത് പിന്നെ അതിനുള്ള ടർക്കികള്, ബ്ലാങ്കറ്റ്, അതായത് കൊച്ചിനെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടതായ ഡ്രസ്സുകളും കാര്യങ്ങളും. ഇപ്പൊ സോക്സ്, അങ്ങനത്തെ ഹുഡി, തൊപ്പി, ക്യാപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പിന്നെ വേണ്ടത് കാർ സീറ്റ്. അതായത് നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ നിന്നും കൊച്ചിനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കാറിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ കാർ സീറ്റ് നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അത് നമ്മൾ പോകുമ്പോൾ തന്നെ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. പിന്നെ വേണ്ട ഒരു കാര്യമാണ് സ്ലീപ്പിംഗ് ബാഗ്. അതായത് രാത്രി കിടക്കുമ്പോൾ കൊച്ചിനെ നമ്മൾ ഇവിടെ ഒരു സ്ലീപ്പിംഗ് ബാഗിനകത്തിട്ടാണ്, അതായത് ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് വരുന്ന ഒരു സ്ലീപ്പിംഗ് ബാഗ്. അമ്മയ്ക്ക് വീട്ടിലിടാൻ, ഇവിടെ ഹോസ്പിറ്റലിൽ നടക്കുമ്പോൾ ഇടാനായിട്ടുള്ള സ്ലിപ്പേഴ്സ് നമ്മൾ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. പിന്നെ ജാക്കറ്റുകൾ, വിന്റർ ആണെങ്കിൽ ജാക്കറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് നല്ല. പിന്നെ ഒരു മെയിൻ കാര്യമാണ്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഒരിക്കലും നമ്മൾ മറക്കേണ്ടത്. നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് എടുത്ത് വെക്കേണ്ട സാധനമാണ് നമ്മുടെ ഇൻഷുറൻസ് കാർഡും മുട്ടർപാസ്. മുട്ടർപാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മുട്ടർപാസ് എന്താണെന്നുള്ളൊരു വീഡിയോസ് ഞാൻ വേറെ ചെയ്യുന്നതാണ്.
അതായത് നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഫുൾ റെക്കോർഡ്സ്, നമുക്കൊരു ഫയൽ ഉണ്ടാവുമല്ലോ നാട്ടിലൊക്കെ, ആ ഫയൽ പോലെ ഇവിടെ ഒരു ബുക്കിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. നമ്മൾ ഈ 10 മന്തിൽ നമ്മുടെ ജേർണി ഫുൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ആ ഒരു സാധനമാണ് മുദ്ര പാസ്. അത് നമ്മൾ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് കാർഡ്, ഈ 2 കാര്യങ്ങൾ നമ്മൾ മറക്കാനേ പാടില്ല. പിന്നെ നമ്മൾ വേണ്ട കാര്യമാണ് കൊച്ചിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടതായ ഡോക്യുമെന്റ്സുകൾ. അതായത് കൊച്ചിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേരൻസിന്റെ ഒക്കെ കുറെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വേണം. അതും നമ്മൾ ഈ കൂടെ എടുക്കേണ്ടതാണ്. അത് എന്തൊക്കെയാണെന്നുള്ളൊരു വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് അവിടെ ഫുഡ്, അവിടുത്തെ ഹോസ്പിറ്റലില് ഡെലിവറി നമ്മുടെ ഫുഡ് കിട്ടുന്നതെന്ന് പറഞ്ഞത് നമുക്ക് രാവിലെ 8 മണിക്ക് ബ്രേക്ക്, 8 മണിക്ക് മുന്നേ തന്നെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് തരും. 11 മണി to 12 മണിക്കുള്ളിൽ നമ്മുടെ ലഞ്ചും കഴിയും. വൈകുന്നേരം 5 മണി ആകുമ്പോഴത്തേക്ക് അവിടുത്തെ വൈകുന്നേരത്തെ ഫുഡും കഴിഞ്ഞ് ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് വിശക്കും, ഉറപ്പായിട്ട് നമുക്ക് വിശക്കും. അപ്പൊ നമ്മൾ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് നമ്മൾ കയ്യിൽ കരുതിയിരിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ വിശന്ന് നല്ല പാടുവിടും. കാരണം എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തന്നെ അവർ വീട്ടിൽ നിന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൊണ്ടുവന്ന് തരുമായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നല്ലോണം വിശക്കും നമുക്ക്. അപ്പൊ അതുകാരണം ചെറിയ ചെറിയ സ്നാക്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ, ഡേറ്റ്സോ അല്ലെങ്കിൽ നട്ട്സോ അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പഴം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് അല്ലെങ്കിൽ ഉറപ്പായിട്ട് വിശക്കും. കാരണം എത്ര ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ ഒരു ഫുഡ് റൊട്ടീൻ. പിന്നെ മെയിൻ ആയിട്ട് ഉരുളക്കിഴങ്ങ് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ നല്ല ഫുഡുകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരാനുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ സമയത്ത് നമ്മുടെ ഫുഡൊക്കെ കഴിക്കാൻ ചിലപ്പോൾ കൊതിയൊക്കെ വരും. എനിക്ക് അവിടുത്തെ ഫുഡ് ഒട്ടും പറ്റുന്നില്ലായിരുന്നു ആ സമയത്ത്. കാരണം ഉരുളക്കിഴങ്ങൊക്കെ എനിക്ക് കാണുമ്പോഴത്തേക്കും ഗ്യാസ് കയറുമായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് എനിക്കൊരു ചോറുണ്ടാക്കി കൊണ്ട് തരുമൊക്കെ ചെയ്യുമായിരുന്നു. എന്റെ ഫ്രണ്ട്സ് കൊണ്ട് തരുമായിരുന്നു ചെയ്തുകൊണ്ട്. ചേട്ടായി വരുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുമായിരുന്നു. കാരണം ഇവിടെ ഹസ്ബൻഡിനെ നൈറ്റ് നിർത്തത്തില്ല. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. അതായത് നമ്മുടെ അമ്മമാരുടെ ഡ്രസ്സുകൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. ഫീഡിങ് ഡ്രസ്സുകള്, ചപ്പല്, പിന്നെ ജാക്കറ്റ്, വിന്റർ ആണെങ്കിൽ ജാക്കറ്റ്, അതുപോലുള്ള സാധനങ്ങൾ, ഹുഡീസോ മറ്റേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുക. പിന്നെ ഉള്ളത് നേഴ്സിംഗ് ബ്രാ, നിർബന്ധമായിട്ട് ഫീഡിംഗ് ബ്രാ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് വീട്ടിൽ പോകാനായിട്ടുള്ള പാന്റീസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അണ്ടർ ഗാർമെന്റ്സ് വേണമെങ്കിൽ അത് എടുക്കാം. പിന്നെ വേണ്ടത് കൊച്ചിന്റെ കാർ സീറ്റ്, ബ്ലാങ്കറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, പിന്നെ നമ്മൾക്കുള്ള ഫുഡ് ഐറ്റംസ്, പിന്നെ മെയിൻ ആയിട്ടുള്ള മുട്ടർപാസും ഇൻഷുറൻസ് കാർഡ്, കൊച്ചിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ട ഡോക്യുമെന്റ്സ്. ഇത്രയും കാര്യങ്ങൾ മതി. നാട്ടിലെ പോലെ ഒരുപാട് സാധനങ്ങൾ വാരി വെച്ച് ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. നാട്ടിൽ നമുക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കൊച്ചിന് വേണ്ട സകല സാധനങ്ങളും എടുക്കേണ്ടി വരില്ല. ഇതൊന്നും എടുക്കണ്ട. കൊച്ചിന് വീട്ടിലേക്ക് ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സുകൾ മാത്രം നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി. ഇപ്പൊ ഇൻ കേസ് നമുക്കത് പറ്റുന്നില്ലെന്ന് കണ്ടാൽ നമുക്ക് 2 ഡ്രസ്സ് വേണമെങ്കിൽ എടുത്തു. അത് കൂടുതൽ എടുക്കേണ്ട കാര്യമേ ഇല്ല നമുക്ക്. കാരണം ഉപയോഗിക്കാറ്. ഞാനാണെങ്കിൽ നാട്ടിലത്തെ ഒരു സെറ്റപ്പിൽ കുറെ പാക്ക് ചെയ്തൊക്കെ കൊണ്ടുപോയി അതേപടി ഞാൻ 8ാമത്തെ ദിവസം ചേട്ടനെ തിരിച്ചു കൊടുത്തു വിട്ടു. കാരണം തിരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചുവന്നുകൊണ്ട് പോകേണ്ടതെന്ന് വിചാരിച്ചു. കാരണം ഒന്നിന്റെ ആവശ്യം വന്നില്ല നമുക്ക്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ വക കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് പോലെ ടവലും കാര്യങ്ങളൊക്കെ ശരിക്കും എല്ലാം അവിടെ നിന്ന് തരും. ഇനിയിപ്പോ നമുക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണലി എടുക്കാം എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഇതൊന്നും ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ.